ഹുമയൂൺ സ്റ്റോംപ്. മച്ചാമാരെ ശരിയായ തണുപ്പാ. ഞാൻ പറയുന്നുണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പോകണം. ആരുടെയാ വെറുതെ പുരയിൽ പൊങ്ങി എന്നിട്ട് ഒരു കാര്യമില്ല. ജനറൽ ടിക്കറ്റ് എടുത്തെങ്കിലും പോകണം. ലൈഫ് അങ്ങ് ആസ്വദിക്കാം. ഏതാ തണുപ്പ് പറയും, നല്ല ശരിയായ തണുപ്പ്. വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പ്. യെസ്, ക്ലൈമറ്റ് പറയുന്നത് ഇപ്പോൾ 12 to 16. ഉച്ച നേരത്ത് വരെ നമുക്ക് 22 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. അപ്പോൾ ഹുമയൂൺ സ്റ്റോംപ് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഫസ്റ്റത്തെ ഇവിടെ കുറച്ച് കാറുണ്ട്, ഇവിടെ കുറച്ച് കാറുണ്ട്, ഇവിടെ ഫുള്ള് ഇവിടെ നിന്നിന്. അവിടെയാണ് ഫുൾ സെക്യൂരിറ്റി കൺട്രോൾ എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മുകളിലുണ്ടോ ഒരു ആൻഡ്രോ? അതിൻ്റെ മുകളിൽ 4 ആളുണ്ട്. മുകളിൽ 2 ജനാലിൽ മുകളിൽ 2 മൊത്തം 5 ആൾക്കാർ. 5 ആൾക്കാരാണ്. അതാണ് ഇവിടെ ഉള്ള ഫുഡ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കണ്ട കാടത്തിൻ്റെ ഇവിടെ എന്താണുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാണുന്ന ഇങ്ങോട്ട് വാടാ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതാണ് വ്യൂ. ഇവിടെ നമ്മൾ ചായ കുടിച്ച് മാത്രം കൂടെ ഉസ്മാനെ ശരിയായ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതല്ലോ. തൊട്ടോക്ക എന്താ ഇതാ മരം? തേക്ക ആരാ പോന്നേ? ശുക്കൂറല്ലേ? പോയി പോയി ാണിന്റെ ചരിത്രം വായിക്കണ്ടവരെല്ലാം വായിച്ചു. എന്ത് രസാ ഇവിടെ എല്ലാം കുത്തിന് വർത്താനം പറയാ. നല്ല സമാധാനം നടക്കണ്ട. കുട്ടപ്പ് നടക്കുന്ന പോലില്ലേ? നല്ല സമാധാനല്ലേ ഉസ്മാനെ? ഏതാ ഒരു പ്രകൃതി രമണീയമായ. കുറച്ചൊന്നും സംസാരിക്കാണ്ട് നമുക്ക് എല്ലാം കേൾക്കാൻ പറ്റും. കാക്കേൻ്റെ കൂടുതൽ അത് നാട്ടിൽ നിന്ന് കയറി കൂടിയാലോ? ട്രെയിനിൽ കയറിയായിരിക്കല്ലേ? അങ്ങനെ 2 മലയാളി ആൾക്കാരെ കിട്ടി. ഇതാണ് ഇതിൻ്റെ എൻട്രി. ഇതിന് മാപ്പ് ഇതാ ഗൈസ്. ഇനി ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഇതെന്താ കരിങ്കല്ല, ഫുള്ള് സെറ്റപ്പാട്ടാടാ. ഇങ്ങോട്ട് ഒരു സംഭവം ഉണ്ട് സാർ. ഇങ്ങോട്ടാ എന്താ ഇത്? മുന്നുപയോഗിച്ച പാത്ര പഴയ കാലഘട്ടത്തിൽ അവശേഷിച്ച കുറേ സാധനങ്ങളാണ്. കുറേ കോയിൻസ്, എൻ്റെ അടാ ഇത് ഇക്കൊല്ലത്തെ 10 റുപ്യല്ലേതാ? ചാമ്പ്യണോ പറ്റിക്കല ഗൈസ്. ഇപ്പം മച്ചാ ഒരു സാധനം കാണിച്ചത് ഇതാ. എന്താ സ്മാനെ ഇങ്ങോട്ടാ കേൾക്കൂലേ? ഓൾക്ക് ഇവിടെ ഇരുന്ന് വൈബടിക്കാനുള്ള ഓരോ കസാരൻ അവിടെ വെച്ച് വ്യൂ കാണാം. കപ്പിൾസിന് മാത്രം ഇരിക്കാൻ പറ്റില്ല. വ്യൂ ഏതാ വ്യൂ? ഇവിടെ ഇരിക്കുക, വ്യൂ കാണാം. ഡേക്കുന്ന ചങ്ങായി സായിപ്പ്മാരെ പറ്റിക്കുന്ന കിട്ടുക. 40 രൂപ ചാമ്പന്ന്. ആ ഞാൻ ഉസ്മാനോ ഇരുന്നിട്ട് വ്യൂ നോക്കട്ടെ. ആടിരിക്കാം നല്ല വ്യൂ. 2500+ കിലോമീറ്റർ വ്യൂ കാണിച്ചതാ. എൻ്റെ മുത്തേ പീസ്ഫുൾ. ഏതാ ഇവിടെ ഇരുന്ന 2-3 പ്രസാദ് വരണം അല്ലേ ഉസ്മാനെ? ദാദാ ഉസ്മാനുണ്ട്. എല്ലാവരും വിളിച്ച് വലിയ വെയിലെടുത്ത് മുത്തേ കിട്ടില്ല. ഉസ്മാന ക്ലീനാക്കുന്നുണ്ടോ? ഒരു നെറ്റൊക്കെ വെച്ച് ഒരു പ്രത്യേക രീതിയിലാണ് ഇതാക്കുന്നത്. ഉസ്മാൻ എന്തോ ചോദിച്ചു, അയാൾ മൈൻഡാക്കിയില്ല.
तेरे बिना चांद की सोना टूटे रे पीली पीली സോങ്ങോട്ടാ ഇതെന്താ ഒന്ന് മുട്ടേക്കാ ആരുണ്ടോ തുറക്കാൻ പറ്റുന്നില്ല ഇല്ലേ ഡ്രസ് മാറ്റാണ്. ആ ഇതെന്താ ഡ്രസ്മാരെ ഇത് എത്ര റൂമാ 124 റൂമാണ് മൊത്തമുള്ളത്. ഫ്ലാറ്റ് അത് ഫ്ലാറ്റ് അല്ല, പക്ഷേ പണ്ടത്തെ രാജാക്കന്മാർ ഇവിടെ നിന്നിട്ടാണ് സ്റ്റേ ചെയ്തതെന്നാണ് ചരിത്രം പറയുന്നത്. എത്ര രാജാമാരെ കൊട്ടാ രാജാക്കന്മാരല്ല, നേതാക്കന്മാരൊക്കെ ഉണ്ടാവില്ലേ? ആ മന്ത്രിയിലുണ്ടല്ലേ നമ്മൾ ആദ്യം വന്ന കവാടക പിന്നെ നേരാണ് മുകളിലോട്ടേക്ക് വന്നത്. വാട്ട് ഈസ് ദിസ് നോക്കട്ടെ ഒന്നും കാണില്ലല്ലോ. ആൾക്കാർ എനിക്ക് വീഡിയോ എടുക്കണ്ടില്ലേ അല്ലടാ ഇതെന്നാ സംഭവം അത് ഏതാ കല്ല് കല്ലല്ലേ പറയണേ, എങ്ങനെ ആൾക്കാർ ഉണ്ടാക്കിയടോ കാലഘട്ടത്തിൽ ആടോ ഒരു മെഷീൻ പോലും ഇല്ല. ഈ കല്ല് ഹൈറ്റിൽ വെച്ചുണ്ടാക്കണോ എന്തോ പണി ഉണ്ടാവടോ മോനെ ഇത് ശരിയായൂലേ. ഇതാണ് അതിന്റെ മുകളത്തെ കാഴ്ച. ഇതിന്റെ ഉള്ളിലൊന്ന് പോണല്ലോ. അല്ലേ വ്യൂ നോക്കിയാ കാല് നോക്കിയൊക്കെ എന്താ അളിയാ അവിടെ ശരിയായ തണുപ്പതാ. നല്ല വെയിലുണ്ട്. സമയം എത്ര ദിവസമാനെ 9:40. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് തണുപ്പാ അറിയോ. കല്ലോണ്ട് പോരണ്ടാക്കിയ ഇതെന്തോ വേറെന്തോ സാധനടാ. ഇതറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യും. അവിടെ കോയിൻസ് എല്ലാം ഉണ്ടോ അതിനകത്ത്? അവിടെ നോട്ട് 500. പണ്ട് 50 നോട്ടുണ്ടാ. അപ്പം ഇതിന്റെ ഉള്ളിൽ എന്താ നോക്കാം നമുക്ക്. തണുപ്പല്ലേ. മാർബിൾ ആയനെ കൊണ്ടത്. ഇവിടെ മക്ബറ, ഇവിടെ ഒരു മക്ബറ ഉണ്ട്. പിന്നെ ഒരു നീണ്ട് കാര്യമില്ല. അതുണ്ട്. ഉള്ള സമയത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോ സ്ഥലത്തെല്ലാം പോവുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതെന്താ ചരിത്രം പറയാം അറിയാണ്ടോ. ഇവിടെ റൂമുണ്ട്. ഇനി 2 മക്ബറ കണ്ടിട്ട് കുറേ ഉണ്ടല്ലോ. മക്ബറ നല്ല തണുപ്പടോ. പുര എടുക്കുമ്പോ അതിന്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ സെറ്റപ്പ് ആക്കിക്കണം അല്ലേ, കുറച്ച് വർത്താനം പറയാൻ അങ്ങനൊക്കെ. ഇത് ഡോറാ? ജനലാടാ പൊട്ടാ. ഇങ്ങനെ മണ്ടനാവലടാ ഞാനല്ലേ ചോദിച്ചേ. സായിപ്പന്മാരെ പറ്റിക്കുന്നു. ബിസിനസ് പറഞ്ഞ ബിസിനസ് ആണ് എന്താ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റും പ്രതിസന്ധി മാറിപ്പോയി. മതി മതി മതി. ആൾക്കാരെ പറ്റിക്കാറില്ല. ഒരിക്കലും എന്തോ ബടായി ചരിത്രം പറഞ്ഞെടുക്കൂ, ഇത് പൈസ വാങ്ങും. ഇവിടെ പോയി നമ്മള് ഇവിടെ പോയില്ല. ഇത് ഫുള്ള് സിമെട്രിക് ആയിട്ടുള്ള കളിയല്ലേ. ആ കാലത്ത് ഇവരെങ്ങനെയുണ്ട് ഉണ്ടാക്കിയ പ്ലാൻ ചെയ്ത ആൾക്കാരല്ലോ. ഒരു സല്യൂട്ട് എടുക്കണം. ഇനി എന്താ സാധനം അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം. എന്താടാ അല്ല ഇതെന്താ ഗൈസ്, ഇതെന്താ? ഷാജഹാൻ മുംതാസിന് കൊല്ലത്തെ പ്രണയം 2024 12-ാം മാസത്തിലാണ് സംഭവം. ശരി, എനിക്ക് പറഞ്ഞിങ്ങനെ ഒന്ന് എഴുതി വെക്കതാ. ഇതൊരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്ത് ഒന്ന് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കരുത് ഗൈസ്. വളരെ മോശമായ സ്ഥല. നിങ്ങൾക്ക് എത്ര ലവ് ഉണ്ട് കണ്ട് കാര്യമില്ല, ഇങ്ങനെ ഒന്ന് എഴുതി വെക്കരുത്. പണിത് വെക്കാം, ഇങ്ങനത്തെ ഒന്ന് പണിത് വെക്കാം, താജ്മഹൽ പോലത്തെ. അല്ലാണ്ട് ഇങ്ങനെ ഒന്നിവിടെ എഴുതി വരച്ചിട്ട് അത് മോശം കേട്ടോ. ഇതാണ് ലാസ്റ്റ് മക്ബർ. ഇവിടെയും 3 എണ്ണം.
ഇത് ഇതിനുള്ളിൽ അങ്ങനെ നമ്മൾ അതോ പുറത്തേക്ക് ലൂപ്പ് കുടുങ്ങിയാലേ അല്ലേ? ഇവിടെ ഇരുന്നാലോ? അപ്പോൾ മച്ചാമാറെ ഇത് താജ്മഹലിനെ കാട്ടി മുമ്പിട്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ചരിത്രം. താജ്മഹൽ ഉണ്ടാക്കാൻ കാരണമായതും താജ്മഹലിനെ ഇൻസ്പയർഡ് ആയ താജ്മഹൽ ഉണ്ടാക്കാൻ ഇൻസ്പയർഡ് ആയതാണ് ചരിത്രം വായിക്കുന്നത്. പിന്നെ ചുവന്ന കല്ലും മാർബിളും കൊണ്ട് അത് ഉണ്ടാക്കിയ ഫുള്ള്. ഉമ്മയുണ്ട മാത്രമല്ല, അവിടെ വേറെ ആരൊക്കെ മക്ബറ കൂടെ ഉണ്ട്. ഉമ്മയുടെ സ്മരണക്കായിട്ട് തന്റെ ഭാര്യയാണ് എന്ത് ചെയ്ത് അങ്ങനെ ഉണ്ട് കേട്ടോ. താജ്മഹൽ അങ്ങനെ ഉണ്ടാക്കിയ താജ്മഹൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ. ഇവിടെ പറഞ്ഞാല് ഹുമയൂണിന് വേണ്ടിട്ട് ഹുമയൂണിന്റെ ഭാര്യയാണ് ഉണ്ടാക്കിയത്. അതല്ല കുറച്ചും കൂടി മാസമാണോ? ബീജം വരും ഇടൂലേ? പിന്നെ മാട്രിക്സ് എൻ്റെ ആളിയാ. ഇവിടെ 4 സ്ഥലത്ത് സൈഡിൽ നോക്കിയാൽ ഒരേ പോലെ അല്ലേ? സെയിം വ്യൂ. ആ പുറത്തുനിന്നാണെങ്കിലും ഉള്ളിൽ നിന്നാണെങ്കിലും സെയിം വ്യൂ. പിന്നെ അത് ഉണ്ടാക്കിയത് ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ രണ്ടും എന്താ പറയുക ഇടകലർന്നിട്ടുള്ള ഒരു പ്ലാനാണ്. പ്ലാൻ എന്ന് വെച്ചാൽ ശരിയായ പ്ലാൻ. ഇതിൻ്റെ ഉള്ളിലിരിക്കും എന്താ തണുപ്പ് തന്നെ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രാവ് നമുക്കൊരു സമ്മാനം തന്നതാണിത്. കാണാനില്ല, കാണുന്നിട്ട് പ്രാവ് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക, കിക്കടിക്കാം. അപ്പോൾ ഹിസ്റ്ററി പ്രശ്നം ചൂടായി ചെറുതായിട്ട്. പക്ഷെ നമുക്കത് വിഷയമല്ല. അത് തണുപ്പുണ്ടല്ലേ കുറച്ച്. ഇതാണ് നമ്മളെ വ്ളോഗർ. അൾബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുഹൃത്തുക്കളെ, ഉസ്മാനാണ്, ശരിയാണ്, നമ്മൾ ഡൽഹിയിലെത്തി. ഇതെന്താ സംഭവം ഒന്നും അറിയില്ല. അവിടെ വഴി ഉണ്ടോ? അപ്പർ സൈഡ് വഴി കാണുന്നില്ല. ഇതാ എൻട്രൻസ്. വഴി ഉണ്ടോ? അവിടെ ഉണ്ടോ? യെസ്. അതും കരിങ്കല്ല്. എത്ര കരിങ്കല്ല് ഇവർ കിടന്ന് എത്രയും കരിങ്കല്ല് ഇട്ടെന്ന് വെച്ചാൽ നാട്ടിൽ കുറച്ച് ഷോട്ടുണ്ട്. എന്താ ആടാ ഇവിടെ ഒരു മക്ബറയാ? ശരി വായിച്ച് 2 മക്ബറ. सांसों की माला पे सिमरूं मैं पीकना. ശരിയായ എക്കോ സ്മനെ, ശരിയായ എക്കോ ഇങ്ങോട്ട്. മൊത്തം വേക്കിന് മൊത്തം അവൻ്റെ പ്രാവിൻ്റെ സംഭവിക്കും. അത് ഞാനല്ല ഇത് ഇതല്ലേ പുല്ല. പാട് 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 പാട്. സലാമിന്റെ സുഹൃതം തരും ഒരു ഷറഫുടെ നിധി മതി. അഹമ്മദ് മികന്ത് പുകന്ത് കനി ഇരുന്ന നബിക്കുമ്പം ഫാത്തിമത്തെ സുഹറ വെച്ചമില്ലക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സത്യകളി ഹോജ തരുൾ തരുൾ ബുഷ്റ നബി തൻ പൊരുൾ മകൾ സുഹറ. എടാ ഇവിടെ അവൻ്റെ ടിൻഡൽ എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ട ടിൻഡൽ എഫക്റ്റ്. അതിനങ്ങനെയല്ല പറയാ, അതാന്ന് തോന്നി. ഇവരൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ശരിക്കും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയുണ്ടല്ലേ. ശമ്പളം കുറവാണെങ്കിലും സമാധാനം. ശമ്പളം കുറവാണെങ്കിലും സമാധാനം ഉണ്ടോ എനിക്ക്? ആർക്കറിയാം, പണിക്കാർക്ക്. പക്ഷെ നമുക്ക് ശമ്പളവും ഇല്ല, സമാധാനമില്ല. പിന്നെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അടുത്ത നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്ന അടുത്ത നമ്മൾ ഇൻഷാ അല്ലാഹ് കുതുബ് മിനാർ ഹുമയൂൺ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളി കേട്ടോ എക്സ്പീരിയൻസ്. കുതുബ് മിനാറിനേക്കാളും ഏറ്റവും അടിപൊളിയായിരിക്കും തോന്നുന്നു ഹുമയൂൺ ടെമ്പിൾ. കാരണം ആൾക്കാർ റഷ് ഇല്ല,
സമാധാനത്തോടെ നമ്മൾ രാവിലെ വന്നിട്ടേക്കും. നമ്മൾ രാവിലെ ട്രെയിൻ ഇറങ്ങി ഒരു ബിസ്ക്കറ്റ് ഒരു ചായ കുടിച്ച് ഇറങ്ങിയതാ. 2 കിലോമീറ്റർ നേരെ നടന്നു. ഒരു 2 കിലോമീറ്റർ നടന്ന് ഒരു ബായ് പറയാ. 2 കിലോമീറ്റർ അല്ല, അപ്പം നടന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ 50 റുപ്യ. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് 1 കിലോമീറ്റർ എത്രയാ? 30 റുപ്യ. അതും ഒരു സൈക്കിൾ ചവിട്ടുന്ന സാധനല്ലേ, അതിന് 50 റുപ്യ. ചാമ്പലാണ് ഇവിടെ ഇറങ്ങിയാൽ കുറെ ആൾക്കാർ ചാമ്പ്. നമ്മള് റെയിൽവേയിൽ ഇറങ്ങിയ അവിടെ തന്നെ നമ്മളെ പ്രത്യേകം എന്താ അല്ല, റെയിൽവേ ഇറങ്ങിയ അവിടെ തന്നെ കുറെ ആൾക്കാർ ടാക്സി ഒക്കെ ചാമ്പല. നമ്മളെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാല് നമ്മള് ഡൽഹി ഫുള്ള് കവർ ചെയ്യും തീർച്ചയായും. നമ്മളിപ്പോ വന്ന അങ്ങനല്ലേ, നമ്മളിപ്പോ ട്രെയിനിന്റെ പൈസയും പിന്നെ ഒരു കുപ്പി വെള്ളവും പിന്നെ ഒരു 60 റുപ്യ അവന്റെ ബാഗ് വെക്കാൻ, 60 റുപ്യ ബാഗ്, 40 റുപ്യ, പിന്നെ 2 വടാപ്പാവും. അങ്ങനെ വലിയ പൈസ നമുക്ക് പൊട്ടിക്കുക. ഒരു 700 റുപ്യ ഒരാളെത്തുന്നല്ലേ. 700 പൊട്ടിക്കില്ല. 1400 ഉള്ളിൽ അങ്ങനെ നമുക്ക് വന്നിട്ടുള്ളൂ. ഇനി റിട്ടേൺ ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും? ജനറൽ എടുക്കും. ജനറൽ മസ്റ്റ് ട്രൈ. പക്ഷേ ഞാൻ ആദ്യം വന്നത്ര തിരക്ക് ഇപ്പം ഇല്ലേ, കുറവാ. കയറാണെന്നെങ്കിൽ എക്സ്പ്രസ്സിൽ കയറണം. പക്ഷെ പനവേലിന്റെ ശേഷം പരിപാടി ചെറുങ്ങനെ പൊട്ടി. കിടന്നുറങ്ങാറ്റില്ലെങ്കിൽ ഇരുന്നുറങ്ങാറ്റി സീറ്റൊക്കെ ഉണ്ട്. തണുപ്പെന്നൊക്കെ വെച്ചാ ശരിയാ, തണുപ്പ് അതൊക്കെ വേണം. സോറി, ഇപ്പൊ സമയം 10:30. വെയിലത്ത് പോകുമ്പോൾ കുറച്ച് ചൂടുണ്ടല്ലേ സോനെ. പിന്നെ തണലത്ത് നല്ല തണുപ്പുണ്ട്. ഇവിടെ ഓറഞ്ചിന്റെ മരം. ഉറങ്ങിയാലോ ഇവിടെ. അപ്പം നമ്മുടെ ഇവിടെ ഇത്രയേ ഉള്ളൂ. അടുത്ത എവിടെയാ പോകേണ്ടതെന്ന് കമന്റ് ചെയ്യ്.